ഷാഫി പറമ്പിലിനെതിരായിട്ടുള്ള ആക്രമണത്തെ നമുക്ക് നിസ്സാരമായി കാണാൻ സാധ്യമല്ല. അദ്ദേഹത്തിനായിട്ടുള്ള ആദ്യത്തെ അക്രമമല്ല ഇത്. രണ്ടോ മൂന്നോ അക്രമം തുടരെ അദ്ദേഹത്തിനെതിരായിട്ട് സംഭവിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പേരാമ്പ്രയിൽ തന്നെ ഇതുപോലെ അദ്ദേഹത്തെ ആക്രമിക്കുകയുണ്ടായി. കഴിഞ്ഞ ദിവസം വടകരയിലും സംഭവിച്ചു ഈ കാര്യങ്ങൾ. അപ്പോൾ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ യുവജന നേതാവ്, ജനസമ്മതിയുടെ നേതാവ്, അദ്ദേഹത്തെ പരിപൂർണമായിട്ടും ഒറ്റപ്പെടുത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് CPM ഈ തരത്തിൽ ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. ഇതിനെ ശക്തിയായ ഭാഷയിൽ തന്നെ ഞങ്ങൾ അപലപിക്കുകയാണ്. അതിശക്തമായ പ്രക്ഷോഭം ഇതിനെതിരായിക്കൊണ്ട് സംസ്ഥാന വ്യാപകമായിട്ട് ഉണ്ടാകുമെന്ന കാര്യത്തിൽ അശേഷം സംശയമില്ല. ഷാഫിയെ തെരഞ്ഞുപിടിച്ച് ഷാഫിയെ തന്നെ അടിക്കുന്ന കാര്യം 2 മിനിറ്റ് മുമ്പാണ് എല്ലാ TV ഇപ്പോൾ പ്രക്ഷോഭം ചെയ്തിരിക്കുന്നത്. നിസ്സാരമായിട്ട് കാണരുത്. അതിന് നിങ്ങൾക്ക് ഒരു ലാഘവ ബുദ്ധിയോടുകൂടി കാണാൻ സാധിക്കുമോ? ഷാഫിയെ തന്നെ തെരഞ്ഞുപിടിച്ചുകൊണ്ടാണ് പോലീസ് ലാത്തിയടിക്കുന്നത്. പിന്നെ അവിടെ നോക്കൂ, കണ്ണീർ വാതക പ്രയോഗം അത് നടത്തേണ്ട ഒരു സാഹചര്യം അവിടെ എന്താ? അത്രയും പ്രക്ഷുബ്ധമായ ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടായിട്ടുണ്ടോ? എന്താണ് ഇത്രയധികം പ്രകോപനം ഉണ്ടാകാനുള്ള കാരണം? നമ്മൾ ആ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കണം. അടിച്ചമർത്താമെന്ന് അവർ ധരിച്ചു കഴിഞ്ഞാൽ അവർക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. ഇത് മാത്രമേ എനിക്ക് ഇക്കാര്യത്തെക്കുറിച്ച് പറയാനുള്ളൂ. ഷാഫിയുടെ പോപ്പുലാരിറ്റി, ജനസമ്മതി, അതവരെ ഭയപ്പെടുന്നു. അതാണല്ലോ വടകരയിൽ ആക്രമിച്ചത്. അതാണല്ലോ ഈ പേരാമ്പ്രയിൽ തന്നെ അദ്ദേഹത്തെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കാനുള്ള കാരണം. ഇതൊന്നും അംഗീകരിക്കാൻ സാധ്യമല്ല.